ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. നമ്മൾ വീട്ടമ്മമാർക്ക് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കേണ്ട താമസം തിരക്ക് തുടങ്ങാനല്ലേ. പിന്നെ തിരക്കോട് തിരക്ക് തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ, കുട്ടികൾക്ക് ടിഫിൻ ഒരുക്കൽ, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കൽ, ഇതൊക്കെയാണ് രാവിലത്തെ തിരക്കുകൾ. ഇങ്ങനെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു മോർണിംഗ് ഹാബിറ്റ്സ് ആയിരിക്കും എല്ലാവരുടേതും. പക്ഷേ നമ്മൾ ടൈം മാനേജ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്താൽ എല്ലാം നമുക്ക് ഈസി ആയിരിക്കും. അതിന് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് മീൽ പ്ലാനിംഗ് ആണ്. നാളെ ഉണ്ടാക്കേണ്ട ഭക്ഷണത്തിൻ്റെ ഒരു മെനു ഇന്ന് തന്നെ തയ്യാറാക്കുക. ഞാൻ ഒരാഴ്ചത്തെ ഭക്ഷണത്തിൻ്റെ മെനു പ്ലാൻ ചെയ്ത് എഴുതി വെക്കാറാണ് പതിവ്. അതാവുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തെ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് ഒരുമിച്ച് വാങ്ങാൻ കഴിയും. തലേന്നാൾ മെനു പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനത്തിൻ്റെ ലഭ്യത അനുസരിച്ചേ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. മീൽ പ്ലാനിങ്ങിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ടൈം സേവിങ്, ലെസ് സ്ട്രെസ് എന്നത് തന്നെയാണ്. ഒരു മെനു പ്ലാൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ച് നമുക്ക് സമയം കളയേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ജോലികൾ ചെയ്തു തീർക്കാനും കഴിയും. അതുമൂലം നമ്മൾ വീട്ടമ്മമാരുടെ സ്ട്രെസ്സും കുറയും. അപ്പോൾ മീൽ പ്ലാൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു മീൽ പ്ലാനിംഗ് ഒക്കെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിച്ചറിയുക. ഇനി നമുക്ക് ഒരു മീൽ പ്ലാനർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ്, പിന്നെ നാളത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ഒരു കോളവും വരക്കും. ഇങ്ങനെ 5 കോളം വരയ്ക്കുക. പിന്നെ സൺഡേ, മൺഡേ എന്നിങ്ങനെ 7 കോളവും വരച്ച് ഓരോ ദിവസവും ഉണ്ടാക്കേണ്ട ഭക്ഷണത്തിൻ്റെ പേരെഴുതുക. വെറൈറ്റി ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾക്കും ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വെറൈറ്റി ഫുഡിൻ്റെ പേരെഴുതാൻ ശ്രമിക്കുക. പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങളും ലിസ്റ്റ് ചെയ്ത് വാങ്ങുക. അപ്പോൾ നമുക്ക് കുക്കിങ്ങും ഈസി, ഒരുപാട് സമയവും ലാഭം. കൂടാതെ ഇന്ന് എന്തുണ്ടാക്കണം എന്നാലോചിച്ച് അടുക്കളയിൽ നിൽക്കുന്ന ആ ഒരു നിൽപ്പുണ്ടല്ലോ, അത് ഒഴിവാക്കാനും പറ്റും. പിന്നെ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ഇതുപോലെയായിരുന്നു കേട്ടോ. ഫ്രിഡ്ജും തുറന്നു പിടിച്ചൊരു നിൽപ്പുണ്ട്. ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ ആലോചിച്ചുള്ള ആ ഒരു നിൽപ്പ് അതങ്ങ് പാടേ ഇല്ലാണ്ടാവും ഇങ്ങനെ മീൽ പ്ലാനിങ് ചെയ്താൽ. അപ്പോൾ എല്ലാവരും നല്ല മീൽ പ്ലാനൊക്കെ തയ്യാറാക്കി ടൈം സേവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം. താങ്ക്